ലോഞ്ച് പാഡുകൾ, റഡാറുകൾ, റൺവേകൾ എന്നിവ നിമിഷങ്ങൾക്കുള്ളിൽ നശിപ്പിക്കാൻ കഴിയുന്ന 500 കിലോഗ്രാം സൂപ്പർ ബോംബ് ഇന്ത്യ വികസിപ്പിച്ചതോടെ പാകിസ്ഥാനും ചൈനയ്ക്കും മോശം വാർത്ത. 500 കിലോഗ്രാം പ്രീ ഫ്രാഗ്മെന്റഡ് സൂപ്പർ ബോംബ് ഒരു പരിമിതമായ പ്രദേശത്തിനുള്ളിൽ പരമാവധി നാശം വിതയ്ക്കുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇത് മോശം വാർത്ത തന്നെയാണ്. DRDO 500 കിലോഗ്രാം പ്രീ ഫ്രാഗ്മെന്റഡ് ബോംബ് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഒരു സുപ്രധാന സംഭവ വികാസവും പാകിസ്ഥാന് മോശം വാർത്തയുമായി. ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടന DRDO 500 കിലോഗ്രാം പ്രീ ഫ്രാഗ്മെന്റഡ് ബോംബ് വികസിപ്പിച്ചെടുത്തു. പാകിസ്ഥാനെ ആക്രമിക്കുമ്പോൾ ഉപയോഗിക്കാൻ കഴിയുന്നതിനാൽ പുതുതായി വികസിപ്പിച്ച ഈ DRDO ബോംബ് വ്യോമസേനയ്ക്ക് വലിയ പങ്ക് വഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. DRDO 500 കിലോഗ്രാം പ്രീ ഫ്രാഗ്മെന്റഡ് ബോംബിനെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ട എല്ലാ വിശദാംശങ്ങളും, അത് എന്തുകൊണ്ട് പാകിസ്ഥാന് മോശം വാർത്തയാകുന്നു എന്നും ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നു. ഉയർന്ന സ്ഫോടനാത്മകമായ പൊതു ഉദ്ദേശ വിഭാഗത്തിൽപ്പെടുന്ന 500 കിലോഗ്രാം പ്രീ ഫ്രാഗ്മെന്റഡ് സൂപ്പർ ബോംബ് പരിമിതമായ പ്രദേശത്ത് പരമാവധി നാശം വിതയ്ക്കുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ബോംബിന്റെ സ്മാർട്ട് ഡിസൈൻ കാരണം അത് ഉപയോഗിക്കുന്ന സ്ഥലത്ത് ഫലപ്രദമായ പെനട്രേഷനും അഥവാ തുളച്ചുകയറ്റവും കനത്ത ആഘാതവും കാണപ്പെടുന്നു. ഇത് 360 ഡിഗ്രി ആഘാതത്തിന് കാരണമാകുന്നു. ലോഞ്ച് പാഡുകൾ, റഡാറുകൾ, റൺവേകൾ എന്നിവ ഈ ബോംബ് നശിപ്പിക്കുന്നു. ബോംബുകളുടെ പശ്ചാത്തലത്തിൽ 360 ഡിഗ്രി ആഘാതം എന്നത് പൊതുവെ ഒരു പ്രത്യേക ദിശയിൽ കേന്ദ്രീകരിക്കുന്നതിന് പകരം എല്ലാ ദിശയിലേക്കും അതിൻ്റെ സ്ഫോടനാത്മക ശക്തിയും വിഘടനവും വിതരണം ചെയ്യാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു സ്ഫോടക വസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിനർത്ഥം സ്ഫോടനവും അതിൻ്റെ പ്രഭാവവും പുറത്തേക്ക് ചിതറിക്കുകയും ചുറ്റുമുള്ള പ്രദേശങ്ങൾക്കുള്ളിലെ എന്തിനേയും ബാധിക്കുകയും ചെയ്യുന്നു എന്നതാണ്. 500 കിലോഗ്രാം പ്രീ ഫ്രാഗ്മെന്റഡ് ബോംബ് ഗെയിം ചേഞ്ചറാകുന്നത് എന്തുകൊണ്ട്? DRDOയുടെ 500 കിലോഗ്രാം പ്രീ ഫ്രാഗ്മെന്റഡ് ബോംബ് തദ്ദേശീയമായി നിർമ്മിച്ചതാണ്. അതിനാൽ ഇത് വളരെ ചിലവ് കുറഞ്ഞതാണ്. സുഹോയ് 30, MKI, മിറാഷ് 2000, തേജസ് തുടങ്ങിയ ഇന്ത്യൻ യുദ്ധവിമാനങ്ങളുമായി തടസ്സമില്ലാതെ സംയോജിപ്പിക്കുന്നതിനും ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നു.